ഇത് പറഞ്ഞതിൻ്റെ ശേഷം അല്ലാഹു തആല പറയുന്നത് എന്താ? വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, ഫദ്ല് അനുഗ്രഹം, ദയ എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ സംഭവിക്കുക? മാ സകാ മിൻകും, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ പരിശുദ്ധപ്പെടുമായിരുന്നില്ല, നിങ്ങളിൽ ഒരാളും പരിശുദ്ധപ്പെടുകയില്ല. സകാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധപ്പെട്ടു, നന്നായി. നിങ്ങളിൽ ഒരാളും നന്നാവുകയില്ലായിരുന്നു. എങ്ങനെയായിരുന്നില്ലെങ്കിൽ? അള്ളാഹിൻ്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ. റബ്ബിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പല തിന്മകളിലും പെടാതെ നിങ്ങൾ എന്താകുന്നത്? പരിശുദ്ധന്മാരായി മാറുന്നത്. അത് അള്ളാഹു നൽകുന്നൊരു കാരുണ്യമാണ്. ഒന്നും കൂടെ പറയാം. വലൗലാ ഫദ്ലുല്ലാഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ, അലൈക്കും നിങ്ങളുടെ മേൽ, വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവുമില്ലായിരുന്നുവെങ്കിൽ. വിശ്വാസികളോട് പറയാണ്, മാ സകാ മിൻകും നിങ്ങളിൽ നിന്ന് മിൻ അഹദിൻ ഒരാളും തന്നെ, അബദാ ഒരിക്കലും, നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും പരിശുദ്ധപ്പെടുമായിരുന്നില്ല. നിങ്ങളൊക്കെ പരിശുദ്ധപ്പെട്ടവരായി അല്ലെങ്കിൽ നല്ലവരായി നിങ്ങൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹു നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു കാരുണ്യമാണ്. മറിച്ച് വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, വലാകിന്നല്ലാഹ പക്ഷേ എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല യുസക്കി അവനാണ് പരിശുദ്ധപ്പെടുത്തുന്നത്. അള്ളാഹുവാണ് പരിശുദ്ധ നൽകുന്നത്. ആർക്ക്? മൻ യശാഉ അവനുദ്ദേശിക്കുന്നവർക്ക്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അലീമുൻ എല്ലാം നന്നായി അറിയുന്നവനുമാകുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെയും നമ്മൾ വളരെ പ്രാധാന്യപൂർവ്വം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ, ഇപ്പം നമ്മൾ വിശ്വാസികളോട് അള്ളാഹു പറയാണ്, നിങ്ങളിൽ നിന്ന് ഒരാളും തന്നെ പരിശുദ്ധനാകുമായിരുന്നില്ല അള്ളാഹ് അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. അപ്പം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനും സൽക്കർമ്മങ്ങളുമൊക്കെ ചെയ്ത് മനസ്സിൻ്റെ നല്ല ശുദ്ധിയും ആത്മീയമായി പുരോഗതിയുമൊക്കെ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പവറൊന്നുമല്ല, അത് അള്ളാഹ് നൽകുന്ന ഫളലാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹ് അവനുദ്ദേശിക്കുന്നവരെ നന്നാക്കുകയാണ്. അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ നന്നാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് നന്നാകാൻ കഴിയുന്നത്. അത് അള്ളാഹുവിൻ്റെ ഫളലാണ്. ആരും അവരവരെ കുറിച്ച് സ്വന്തം പുകഴ്ത്തരുത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫലാ തുസക്കൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം നിങ്ങൾ പുകഴ്ത്തരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പരിശുദ്ധപ്പെടുത്തരുത്. അങ്ങനെ സ്വയം പരിശുദ്ധപ്പെടുത്തുന്ന ചില ആളുകളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവർ സ്വന്തത്തെ ഇങ്ങനെ പരിശുദ്ധപ്പെടുത്തും. ഞങ്ങൾ വളരെ നല്ല ആൾക്കാരാണ്, ഞങ്ങൾ വലിയ മേന്മയുള്ളവരാണ്. പരിശുദ്ധ ഖുർആൻ അവരെ ഗൗരവത്തോടുകൂടെ അവരെ എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും ബലില്ലാഹു യുസക്കി മൻ യശാ വലാ യുളമൂന ഫതീലാ. നബിയെ, താങ്കൾ കാണുന്നില്ലേ? ആരെ കാണുന്നില്ലേ? അല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വശരീരങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തുന്നവരെ കാണുന്നില്ലേ? സ്വന്തം തന്നെ അങ്ങനെ പൊക്കുക, തന്നെ പൊക്കി എന്ന് പറയും. അവനവനെ കുറിച്ച് അങ്ങനെ വലിയ മദ്ഹ് പറയാ. അതാരുടെ സ്വഭാവമായിരുന്നു എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്?
യഹൂദിയുടെയും നസറാനിയുടെയും സ്വഭാവം അതായിരുന്നു. അവരെക്കുറിച്ച് വല്ലാതെ പുകഴ്ത്തിയിരുന്നു. എന്തൊക്കെയാ അവർ പറഞ്ഞിരുന്നത്? നഹ്നു അബ്നാഉല്ലാഹ് വ അഹിബ്ബാഉഹു, ഞങ്ങളൊക്കെ അള്ളാഹിന്റെ മക്കളാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. ഇതാണ് അവരുടെ വാദം. ഞങ്ങളൊക്കെ അള്ളാഹിന്റെ മക്കളാണ്, ആൺമക്കളാണ്. യഹൂദി നസറാനിയും വാദിച്ചിരുന്നതാ. മാത്രല്ല, ഒരു രക്ഷിതാവിനും ആൺമക്കളോട് വലിയ സ്നേഹമായിരിക്കുമല്ലോ, അതുപോലെ അള്ളാഹ്ക്ക് ഞങ്ങളോട് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുമാണ് ഞങ്ങൾ. ഇതൊക്കെയാ യഹൂദിയും നസ്രാനിയും ഒക്കെ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊന്നും അവൻ നരകത്തിയിൽ എറിയൂല. ഇനി അഥവാ ഞങ്ങളെ നരകത്തിയിൽ കുറച്ചു കാലത്തേക്ക് ഇട്ടാൽ തന്നെ പെട്ടെന്ന് ഞങ്ങൾ അതിൽ നിന്ന് കയറ്റും. وقالوا لن تمسنا النار إلا أياما معدودة. അവരുടെ വാക്ക് ഖുർആൻ പറയാണ്, ലൻ തമസ്സന നാറു, നരകത്തി ഞങ്ങളെ സ്പർശിക്കുകയില്ല എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ. അവരുടെ വാദമായിരുന്നു. പിന്നെ അവരെന്താ വാദിച്ചത്? വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. യഹൂദികളും നസറാനികളും പറഞ്ഞു, സ്വർഗത്തിൽ യഹൂദിയും നസറാനിയുമല്ലാതെ പ്രവേശിക്കൂല. അതാണ് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയാണ്, തിൽക അമാനിയുഹും, അതവരുടെ പൂതി മാത്രമാണ്, അതവരുടെ വ്യാമോഹം മാത്രല്ലേ. ഇങ്ങനെ സ്വന്തത്തെ തന്നെ പരിശുദ്ധപ്പെടുത്തിയിരുന്നു യഹൂദികളും നസ്രാനികളും. ഇന്നും അങ്ങനെ സ്വന്തത്തെ ഒരാൾ പുകഴ്ത്തുകയോ മറ്റുള്ളവർ പുകഴ്ത്തുന്നത് ഇങ്ങനെ കേട്ടിട്ട് തന്നെപ്പറ്റി നോണങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ കേട്ടിരുന്ന് വണ്ണം വെക്കുന്ന ചില ആൾക്കാരുണ്ട്. തനിച്ച യഹൂദിയുടെയും നസ്രാനിയുടെയും സ്വഭാവമാണ് സ്വന്തം തന്നെ പുകഴ്ത്തുക. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആൾക്കാരാണ്, ഞങ്ങൾ ഔലിയാക്കന്മാരാണ്, ഞങ്ങൾക്ക് നിസ്കാരമൊന്നും അങ്ങനത്തെ നിയമങ്ങളൊന്നും ബാധകല്ല, അതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നത് കാണൂല, ഞങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിലും ചോദ്യം ചെയ്യരുത്, ഞങ്ങൾ മക്കത്തുനിന്നാണ് നിസ്കരിക്കുക, ഞങ്ങൾ ഹറമിലായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തടികളുണ്ട്, സാധാരണക്കാരെ പോലെയല്ല, 300 400 ഒക്കെ തടികളുണ്ട് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിദ്ധൻ ചമയുന്ന ആളുകളുണ്ട്, കള്ളന്മാർ. അവരും ഇതേപോലെ തന്നെ പൊക്കികളാണ്. അവരും പറയണത് ഞങ്ങൾക്കിതൊന്നും ബാധകല്ല, ഞങ്ങളൊക്കെ അള്ളാഹിനോട് ഏറ്റവും അടുത്ത ആൾക്കാരാണെന്നാണ്. അങ്ങനെ വാദിക്കുന്ന കുറേ ആളുകൾ ഇന്നുമുണ്ട്. അതേപോലെ ചില നേതാക്കന്മാരെ സ്റ്റേജിലിരുത്തിയിട്ട് അനുയായികൾ പറയും, ഇതാ അള്ളാഹു ഒരു കാര്യം ചെയ്യണമെങ്കിൽ ശൈഖുനാനോട് ചോദിച്ചിട്ടേ പറയുള്ളൂ, അല്ലേ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഈ ഉസ്താദിന്റെ ദർസിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പച്ച നുണ ഇങ്ങനെ തന്നെ കുറിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ അനുയായികൾ പൊക്കുമ്പോ ആ സ്റ്റേജിൽ ഇരുന്നിട്ട് അതിനെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന എത്രയോ പുരോഹിതന്മാർ നമുക്കിന്നും കാണാൻ സാധിക്കും. അതുപോലെ റസൂലുള്ളാന്റെ ഇത്രാമത്തെ പേരക്കുട്ടിയാണ്, അങ്ങനത്തെ ആളാണ്, ദുആ ചെയ്താൽ ഉടനെ അങ്ങ് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കുട്ടി ചമയുന്ന കുടുംബത്തിലേക്ക് ചേർത്തി പറഞ്ഞ് തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഭൗതികമായ ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത പുതിയ ആചാരങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളും സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ ധാരണ എന്താണെന്നറിയോ? നബി കുടുംബമാണ് എന്നാണ് പറഞ്ഞാലൊക്കെ ആയി എന്നാണ്. ഇവിടെ നബി കുടുംബമാണ് എന്ന് പറയുന്ന, അഹ്ലുബൈത്താണെന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആളുകളും അഹ്ലുബൈത്തല്ല എന്നുള്ളത് വേറെ കാര്യം. വല്ലതും ആരെങ്കിലും ഇനി അഹ്ലുബൈത്താണെങ്കിൽ തന്നെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ പരമ്പരയിലേക്ക് എത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥമായ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളാണെങ്കിലേ അവർ അഹ്ലുബൈത്തിലേക്ക് ചേർക്കപ്പെടുന്ന പരമ്പരയുള്ള ആളുകളാണെങ്കിൽ പോലും രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ വെറും ഞാൻ നബിന്റെ കുടുംബാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആലോചിച്ചു നോക്കൂ, ഒരു കവി പറഞ്ഞിട്ടുള്ള 2 വരികളുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി ഞാൻ പറയാണ്. ഈ തന്നെപ്പൊക്കികളായ ആളുകൾ അറിയാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്.
ലഅംറുക മൽ ഇൻസാനു ഇല്ലാ ബിദീനിഹി ഫലാ തത്റുകി തഖ്വ ഇത്തികാലൻ അലൻ നസബി ഫഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വദഅ അശ്ശിർകു നസീബ അബാ ലഹബി. വളരെ അർത്ഥവത്തായ രണ്ട് വരികൾ. എന്താ അതിന്റെ ആശയം എന്നറിയോ? ലഅംറുക, മനുഷ്യ നീ ശരിക്കും മനസ്സിലാക്കിക്കോ. എന്ത്? അള്ളാഹു നിനക്ക് ആയുഷ്കാലം തന്നിട്ടില്ലേ? റബ്ബ് നിനക്ക് ജീവൻ തന്നിട്ടില്ലേ? ആ റബ്ബിനെ ഓർത്തുകൊണ്ട് നിന്നോട് ഇതാ സത്യം ചെയ്ത് പറയാണ്, മൽ ഇൻസാനു ഇല്ലാ ബിദീനിഹി. ഒരാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതനായ ശരിയായ മനുഷ്യനാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവൻ്റെ ദീന് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഫലാ തത്റുകി തഖ്വ ഇത്തികാലൻ അലൻ നസബി, നീ ഒരിക്കലും തഖ്വയെ ഉപേക്ഷിക്കരുത്, തഖ്വയെ നീ അളക്കരുത്. ഇത്തികാലൻ അലൻ നസബി, കുടുംബമാഹാത്മ്യം പറഞ്ഞുകൊണ്ട്, ഏതെങ്കിലും കുടുംബത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഒരാൾ നല്ലയാളാണ് എന്നുള്ളതിന് അത് മാനദണ്ഡമാക്കരുത്. എന്താ കാരണം എന്നറിയോ? ചരിത്രത്തിൽ നിന്ന് ഒരു സാമ്പിൾ പറഞ്ഞു തരാണ്. ഫഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വദഅ അശ്ശിർകു നസീബ അബാ ലഹബി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഇസ്ലാമിൽ അത്യുന്നതമായ പദവിയിലേക്കാണ് അള്ളാഹു ഉയർത്തിയത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ നിന്ന് വന്ന ആളാ, വിദേശിയ. എന്നിട്ട് സഹാബിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് അത്യുന്നതമായ പദവി കിട്ടി. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബക്കാരനായിരുന്ന അബൂലഹബ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സ്ഥാനം വളരെ അധപ്പതിച്ചു പോയി. എന്തേ കാരണം? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ തൗഹീദ് ഉണ്ടായിരുന്നു. അബൂലഹബിലാവട്ടെ അവൻ നബി കുടുംബമായിട്ട് എന്ത് കാര്യമാണ്? നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടയാളായിട്ട് എന്ത് പ്രയോജനമാണ്? അവൻ കടുത്ത മുശ്രിക്കും കാഫിറുമായിരുന്നു. അപ്പൊ ശിർക്കും കുഫറും ഒക്കെ പ്രചരിപ്പിച്ച് സർവ്വ തോന്നിയാസവും പ്രചരിപ്പിച്ചിട്ട് ഞാനും തങ്ങളാ അഹ്ലു ബൈത്താന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേ അവസരത്തിൽ ഈ വക കുടുംബബന്ധമൊന്നുമില്ല. പക്ഷെ നല്ല വ്യക്തിത്വമാണ്, നല്ല ഈമാനും നല്ല സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്കാണ് പവർ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബീലയും കുടുംബവും നോക്കിയിട്ടല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യനാരാണ്? ഏറ്റവും ആദരണീയനാരാണ്? അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. അങ്ങനെ തഖ്വയുള്ള ഒരാൾക്ക് അദ്ദേഹം നബി കുടുംബവും കൂടിയാണെങ്കിൽ ശ്രേഷ്ഠത കൂടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതല്ലേ തഖ്വയില്ലേ, നബി കുടുംബമായിട്ടും കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതെന്താണ്? സ്വന്തത്തെ ഇങ്ങനെ പുകഴ്ത്താൻ ഒരർഹതയും ഒരാൾക്കുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സ്വന്തം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ശ്രേഷ്ഠതകൾ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഫഖ്ർ പറയുകയല്ല എന്നിങ്ങനെ പറയാറുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൽ ഉള്ള കാര്യമായിരുന്നു അവിടുന്ന് പറഞ്ഞിരുന്നത്. അവിടുത്തെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം അവിടുന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ പോലും അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ഞാനൊരു ഫഖ്ർ പറയുകയല്ല. ആലോചിക്കണം, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിനയം.